ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, ഇതിനൊക്കെ കേസ് എടുക്കണം. കാരണം പ്രോപ്പർ കെയർ ഇല്ലാതെ ഇതുപോലെ ചെയ്തതിന്. ശ്രീമതി ഉമാ തോമസിനെ ഇങ്ങനെ വീണ് കഴിഞ്ഞുടനെ താങ്ങിയെടുത്ത് ആളുകളാണ് താങ്ങിയെടുത്തിട്ട് ആംബുലൻസ് കൊണ്ട് കയറ്റിയത്. ഇതൊരു വലിയ പ്രശ്നമാണ്. എൻ്റെ സണ്ണില്ല ആയും കൂടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ശ്രീമതി ഉമാ തോമസ് MLA-ക്ക് ഉണ്ടായ അപകടം വളരെ ദുഃഖകരമായ ഒരു സംഭവമായിട്ട് മാറി. ഒന്നും അറിയാതെ ആ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേജിന് യഥാർത്ഥത്തിൽ 15 അടി മുതൽ 18 അടി വരെ ഉള്ള ഉയരമുള്ള ഒരു സ്റ്റേജ്. അങ്ങനെയുള്ള ഒരു സ്റ്റേജൊക്കെ കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് വേണ്ട പ്രിക്കോഷണറി മെഷേഴ്സ്, അതായത് അത് സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. കാരണം ഇത് മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഒരു വേലി ആ വേലി, അതായത് അവിടെ ഒരു വേലിയെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊന്ന് തടഞ്ഞു നിൽക്കാൻ ആരെങ്കിലും, അല്ലെങ്കിൽ അബ്രപ്റ്റായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നേരെ താഴോട്ട് വീഴുന്ന ഒരു സിറ്റുവേഷൻ അത് ചിലപ്പം വന്നു പോകും. ഇത് ഞാൻ പല സ്റ്റേജുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയപ്പാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമതി ഉമാ തോമസും ഞാനുമായിട്ട് ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ചെന്നേക്കുന്ന ചില വേദികൾ പലപ്പോഴും ഉണ്ടാവും. ആ വേദികളെന്ന് പറയുന്നത് പോലും അതിനകത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ പടികൾ, ഇപ്പൊ ഒരു 10 പടിയോളം കയറേണ്ട വേദികൾ വന്നിട്ടുണ്ട്. ഈ പടികൾക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ, അതിന്റെ സെന്ററിൽ മധ്യത്ത് നമുക്ക് താഴെ, അതായത് സദസ്സിൽ നിന്ന് നേരെ അങ്ങോട്ട് കയറത്തക്കവണ്ണം ആയിരിക്കും അത് കൊടുക്കുന്നത്. പക്ഷേ അതിന് ഒരു കൈവരിയില്ല. എന്ന് വെച്ചാൽ സൈഡിലൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്കിപ്പോ പ്രായമായി. കാരണം എനിക്കിപ്പോ പഴയതുപോലുള്ള ഒരു കോൺഫിഡൻസ് ഇങ്ങനെ കയറാൻ കിട്ടത്തില്ല. തിരിച്ചിറങ്ങി വരാനാണെങ്കിൽ അതിലും ബുദ്ധിമുട്ടാണ്. കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് തിരിച്ചിറങ്ങി വരാൻ. അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോ നമുക്ക് അതായത് അതിനെ ഒന്ന് പിടിച്ചു കയറാനൊരു മാർഗം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും അതില്ലാതെ വരുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയെങ്കിലും ഇതിന്റെ സംഘാടകർ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇത് ഈ പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആളുകൾ, അവർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലെ ഈ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈ പടി കയറുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അതിനൊരു കൈവരി വെച്ച് കൊടുക്കണം. അത് ഒന്ന് പിടിക്കണ്ട, പക്ഷെ ഈ കൈവരി ഉണ്ടെങ്കിൽ അത് മതി നമുക്ക്. ചിലപ്പോൾ നമ്മൾ അതിലും ടച്ച് ചെയ്യത്തേ ഉള്ളൂ, അത് ബലമായിട്ടൊന്നും അത് പിടിക്കത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സാധനം വേണം. അത് പിന്നെ ഇതൊന്നുമില്ലാതാണ് ഇപ്പൊ പലയിടത്തും കയറേണ്ടതായിട്ട് വരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ ആർക്കും ആ റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല. ഞാൻ ഉടനെ കൈ നീട്ടി എന്നെ ആരെങ്കിലും പിടിച്ച് കയറ്റുവോ ഇറക്കുകയോ ചെയ്തുകൊണ്ടാം ഞാൻ ആ രീതിയിലേ ചെയ്യുള്ളൂ. ഇനി ഇത് മാത്രമല്ല, ഇനി മുൻവശത്തോട്ട് നമ്മൾ പോകുമ്പോൾ അല്ലെ പിന്നിലോട്ട് ആ സ്റ്റേജിന്റെ വലിയ താഴ്ചയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ നിർബന്ധമായിട്ടും നല്ല ഒരു ബലമുള്ള വേലി വേണം. ഉറപ്പായിട്ട് വേണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പലപ്പോഴും വരാം. ഇത് എവിടെ ഒരിക്കൽ ഒരു ദിവസം ഞാൻ ഒരു മാരേജിന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് പെരിന്തൽമണ്ണയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, നല്ല ഓഡിറ്റോറിയമാണ്, നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഒക്കെ. പക്ഷെ അതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നതും ഇതുപോലെ ഒരു 10 അടിയോളം ഉയരത്തിലാണ്. അതില് ഒരു കുട്ടികൾ കളിച്ചോണ്ട് നിൽക്കുന്ന കണ്ടു കുറെ നേരം. അപ്പൊ ഒരു 7 വയസ്സോ 8 വയസ്സോ ഉള്ള ഒരുത്തൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടം താഴോട്ട്. ഞാൻ വിചാരിച്ചു അയ്യോന്ന് ഞാൻ പറഞ്ഞുപോയി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കാരണം അവനെ കൊണ്ടത് പറ്റും, അതുകൊണ്ടായിരിക്കും ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനെ ചാടി നേരത്തെ ഇങ്ങനെ കണ്ടു. പിന്നെ ഞാൻ ബാക്കി കൊച്ചുങ്ങൾ ഓടിക്കളിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ ആളുകളുടെ ഞാൻ പറഞ്ഞു, ഇതൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം നമുക്കിത് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഒരു വേലിക്കെട്ട് ഒന്നുമില്ല. ഇത് എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്നും മറിഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു തടസ്സമെങ്കിലും വേണ്ടേ. ഇപ്പൊ നമ്മൾ കിണറിന് ആൾമറ എന്തിനാണ് ചുറ്റും കെട്ടുന്നത്? കാരണം കിണറ്റിൽ ആരും വീണു പോകാതിരിക്കാനാണ് എന്ന് പറയുന്നത് പോലെ അല്ലേ ഇത്. താഴെ വലിയ കിടങ്ങുണ്ടാക്കിയിട്ടിട്ട് മുകളില് ആളുകളെ നിർത്തിയേക്കാണ്. ഇങ്ങനെ വരും. ഇത് ആർക്കും അബദ്ധം പറ്റാം. ചിലപ്പോൾ നമ്മുടെ കാല് തെറ്റി ചെരുപ്പൊന്ന് തട്ടിയെന്നിരിക്കട്ടെ. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ഈ കാർപ്പറ്റിൽ എങ്ങാണ്ട് കാലൊന്ന് കുരുങ്ങിയിട്ടുണ്ട്.
അവിടെ അതിനകത്ത് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, പലപ്പോഴും പറ്റാം. നമ്മുടെ ചെരുപ്പ് നമ്മുടെ കാലിനേക്കാൾ അല്പം കൂടെ ചിലപ്പോൾ കവിഞ്ഞ് കിടക്കുമ്പോൾ അതിന്റെ മുമ്പോട്ടിരിക്കുമ്പോൾ കിടക്കുമ്പോൾ അത് നമ്മൾ കയറി പോകുന്ന പടിയിലൊക്കെ പലപ്പോഴും തൊട്ടാം വന്നിട്ടുണ്ട്. എനിക്ക് പ്രശ്നം പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡബിളി കോൺഷ്യസ് ആയിരിക്കും ഞാനിപ്പോൾ കയറുന്നത്. മാത്രമല്ല, പണ്ടൊരിക്കൽ ഞാൻ ചിറാപ്പുഞ്ചിയിൽ ഞാൻ ഒരു ഒരു ഗുഹയുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് കാണാനൊന്നും ഉള്ളതല്ല. അതിനകത്ത് കയറി, അതിന് നല്ല ഗുഹകൾ വേറെ ധാരാളം ഉണ്ട് ലോകത്ത്. ഇതിനകത്ത് എന്നാലും എല്ലാവരും ഈ ഗുഹയിൽ കൂടെ പോയിട്ട് അതിനകത്തുനിന്ന് ഇഴഞ്ഞൂടെ ഒക്കെ വേണം ഇറങ്ങാൻ. എന്നിട്ട് ഒരു മലയുടെ അപ്പുറത്തൊന്ന് ഇറങ്ങും. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഞാനും പോവാം എന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ പോയി. ഇതിന്റെ താഴ്വശം അണ്ണീവനാണ്, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഒരു പെൺകുട്ടി കൈ നീട്ടി എന്നെ ഒന്ന് പിടിച്ചിറക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനിപ്പോ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ പിടിച്ചിറക്കാനായിട്ട് താഴോട്ട് പോയി ചെന്ന് ഞാൻ വിചാരിച്ചു ഈ കുട്ടിയെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റാനാണെന്ന് കൈ നീട്ടിയപ്പോൾ. അപ്പൊ ഇത് ഞാൻ ഇതെന്നെ പിടിച്ച് നേരെ താഴ്ത്തിറക്കി. ഇറങ്ങിയപ്പോ എൻ്റെ ഈ വലത് കാല് ചെന്ന് തട്ടിയത് ഒരു മുടച്ച് നിൽക്കുന്ന ഒരു ഭാഗത്താണ്. അതില് അണ്ണീവനായിട്ടുള്ള സർഫസ്. കാലും തിരിഞ്ഞിട്ട് ഞാൻ ശബ്ദം കേട്ടു. എന്താണെന്നറിയാം, എൻ്റെ ടെൻഡൻ പൊട്ടിയതാണ് താഴെ. അതുമൂലം എനിക്ക് സർജറി വേണ്ടി വന്നു. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എന്താ അറിയോ, നമുക്ക് ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും പോയി ഇറങ്ങരുത്. ഞാൻ കാണിച്ച മണ്ടത്തരം കൊണ്ടാണ് ഇപ്പൊ ലൈഫ് ലോങ് എനിക്ക് അതിന്റെ പെയിൻ ഉണ്ടാവും. കാരണം അതിനകത്ത് പിന്നെ ടൈറ്റാനിയം സ്ക്രൂ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സ്ക്രൂ എന്ന് വെച്ചാൽ അത്ര പെയിൻഫുൾ ആയിരുന്നു. ഒരു 2 ദിവസം ഞാൻ കഷ്ടപ്പെട്ടു പോയി. എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് ഇപ്പോ ശ്രീമതി ഉമാ തോമസിന് സംഭവിച്ചത് ഇതിലൊക്കെ എത്രയോ വലുതാണ് സംഭവിച്ചു വെച്ചേക്കുന്നത്. അവരെ സ്കള്ളിന് തന്നെ ഒരു വലിയ ഫ്രാക്ചർ ഉണ്ടായി. അപ്പോൾ അത് അവർ നോക്കണം. അൺകോൺഷ്യസ് ആയി അവരെ വെന്റിലേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ വെന്റിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം നമുക്ക്. നമ്മളിത് കാണുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഈ കിടക്കുന്നവരെ അറിയത്തില്ല, കാരണം അവരെ സെഡേറ്റ് ചെയ്യും. സെഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് അറിയത്തില്ല. അല്ലെങ്കിൽ ഈ വായിക്കാത്തോട് വലിയ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ആ സഹോദരിക്ക് സംഭവിച്ചത് ഇതിനകത്ത് വളരെ ദുഃഖമുണ്ട്. കാരണം ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു പിഴവ് ഇതിന്റെ സംഘാടകരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കുമ്പോൾ അതിന് അവർ പ്രിക്കോഷണറി മെഷേഴ്സ്, വേണ്ട സേഫ്റ്റി മെഷേഴ്സ് അവരെടുത്തിട്ടില്ല. അതിന് ചുറ്റും ഒരു വേലി വേണമായിരുന്നു. വേലി ഇല്ലാതെ ഇത് ഇങ്ങനെ ഇതുപോലൊരു സർക്കസ് നടത്താനുള്ള ഇടപാടുണ്ടാക്കരുത്. ഇപ്പോൾ ഒരാൾക്കേ ഇത് പറ്റിയുള്ളൂ, ബാക്കി അതിനകത്തൊക്കെ വേറെ ആളുകളെല്ലാം ഇല്ലേ അത് വേദിയിൽ. ആർക്കൊക്കെ ഇത് സംഭവിക്കാമായിരുന്നു? ഒന്നും പറ്റിയില്ല. ഇപ്പം വേറെ ആരെങ്കിലും ഇത് കൈപിടിച്ചോണ്ടെങ്കിലും നിന്നിരുന്നെങ്കിലോ അവൻ നേരെ താഴെ പോകും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഈ കൈവരി പിടിച്ചു, കൈവരി പോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനകത്ത് ചെറുതായിട്ട് സ്റ്റീലിന്റെ തൂണുകൾ പോലെ നിർത്തി അതിൽ റിബൺ കെട്ടിയിരുന്നതാണ്. അതിനെന്തെങ്കിലും കാര്യമുള്ളതാണോ? വെറുതെ നിർത്തിയേക്കാണോ? ഉറപ്പിച്ചു വെച്ചിട്ടില്ല. അതും കൂടെ അവരുടെ ദേഹത്തേക്ക് വീഴായിട്ട് വന്നു. അപ്പം ഈ നട്ടെല്ലിന് ഒരു ചെറിയ പൊട്ടലുണ്ടായി. ഉണ്ട് ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണത്. പിന്നെ അത് മാത്രമല്ല, ശ്വാസകോശത്തിൽ എന്തോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. ഏതാണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്ത് ശ്വാസത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവമായി. ആ ജീവിതത്തിൽ അത് വലിയ പ്രശ്നമാണ്. അത് അവരെത്രയും വേഗം ആ സഹോദരി സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലതായിരിക്കട്ടെ. ഏതായാലും ജീവനൊന്നും ഭീഷണിയില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായി. ഇതിനി ഓബ്സർവേഷനാണ് അവിടെ വേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി സ്റ്റിച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഏതായാലും മറ്റേ നട്ടലിൻ്റെ ആയാലും അതിന് വേറെ ഒന്നും വേണ്ടി വരത്തില്ല. അത് പക്ഷേ ബെഡ് റെസ്റ്റ് വേണ്ടി വരും. കാരണം അത് നട്ടലിന് ബലം കൊടുക്കാതെ ഉള്ള രീതിയിൽ ബെഡ് റെസ്റ്റ് വേണ്ടി വരും. എന്തോ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചറേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത് നട്ടലിന്. കാരണം എൻ്റെ സണ്ണില്ല ആയും കൂടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഏതായാലും നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. വളരെ ഒരു ന്യൂറോ സർജനും ഒക്കെ വന്ന്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ എക്സ്പേർട്സ് വന്ന് നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത്
ശ്രീമതി ഉമാ തോമസിനെ ഇങ്ങനെ വീണ് കഴിഞ്ഞുടനെ താങ്ങിയെടുത്ത് ആളുകളാണ് താങ്ങിയെടുത്തിട്ട് ആംബുലൻസ് കൊണ്ട് കയറ്റിയത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, നിർബന്ധമായിട്ടും ഒരു മെഡിക്കൽ ടീം വരണം, വന്നിട്ട് സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് അവരുടെ മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഇറ്റലിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ എന്തോ പർച്ചേസിന് വേണ്ടി നടക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ്, ആ പർച്ചേസിന് മാത്രമുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ചെരുപ്പ് കട നോക്കി നടക്കുകയാണ്. അതായത് ഒരുപാട് കടകളുണ്ട്. അതിൽ വളരെ ചീപ്പായിട്ട് നല്ല കൂടിയ ലെതറിൻ്റെ സാധനം കിട്ടും. അങ്ങനെ അത് ഞങ്ങൾ അങ്ങോട്ട് നോക്കിപ്പോയപ്പോൾ റോഡ് തടഞ്ഞു. പോലീസുകാരും ഒക്കെ കുറേ പേര് റോഡ് തടഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു പോകണ്ടായിട്ടൊന്ന്, കാർ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ എന്താണ് അവിടെ ഇവർ വളഞ്ഞു നിൽക്കുന്ന അവർ ഈ പ്രത്യേകിച്ച് അവർ റിബണൊക്കെ വലിച്ചു കെട്ടി നിൽക്കുകയാണ്. ഒരാളെ കിടക്കുകയാണ് റോഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരാളെ റോഡിൽ ഇട്ടേക്കാൻ പാടുണ്ടോ എന്ന് വിചാരിച്ചു. ഉടനെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ജോർജും, അതേപോലെ ജോർജിൻ്റെ വൈഫ് മേഴ്സിയുണ്ട്. മേഴ്സി നഴ്സിംഗ് ട്യൂട്ടറാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറഞ്ഞു. അയ്യോ സാർ, അത് തൊടാൻ പാടില്ല, ആ മെഡിക്കൽ ടീം അവർ വരണം, അവർ വന്നിട്ട് മാത്രമേ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷനിൽ എടുത്തു കയറ്റാം, അല്ലെങ്കിൽ ഈ എടുക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ട് ഇഞ്ചുറി കൂടാം, അല്ലെങ്കിൽ അപകടം വരാം. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ നോക്കാതെ റോഡിൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇതുപോലെ പ്രത്യേകിച്ച് നട്ടലിനൊക്കെ ചെറിയ ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ എടുത്തത് മൂലം ചിലപ്പോൾ അത് തന്നെ ആവാം, ചിലപ്പോൾ അങ്ങനെയും വരാം. അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നിർബന്ധമായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ പോയി വാരി എടുക്കരുത്. ഈ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വരുത്തിയിട്ട് ആ ടീം വന്നിട്ട് സ്ട്രെച്ചർ കൊണ്ടുവന്ന് അവരെ എടുക്കാവുള്ളൂ. നമ്മൾ കയറി എടുക്കരുത്, അപകടമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കളഞ്ഞിട്ട് പോകാന്നുള്ളതല്ല, മെഡിക്കൽ അറ്റൻഷൻ എത്രയും പെട്ടെന്ന് വാങ്ങിയെടുക്കണം, അതാ വേണ്ടത്. സ്ട്രെച്ചർ വേണം, സ്ട്രെച്ചറിനകത്ത് കയറ്റി വേണം ആംബുലൻസിലേക്ക്, അല്ലാതെ എടുത്ത് അങ്ങ് ആംബുലൻസിലോട്ടൊന്നും കൊണ്ടുപോകരുത്. അതൊക്കെ വളരെ വലിയ അപകടം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കണം, അപകടങ്ങൾ എന്തുണ്ടായാലും ശരി അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആ ഒരു രീതിയുണ്ട്, മെത്തേഡുണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. ഏതായാലും ഇതെല്ലാവരും ഈ സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കട്ടെ. ഇതുപോലുള്ള സംഘാടകർ ഈ സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായിട്ടും കയറിപ്പോന്ന പടി ഞാൻ കാണത്തന്നൊരു 4 പേരോളം വീണിട്ടുണ്ട് പല പ്രാവശ്യം. അതായത് ഇത് കാരണം എനിക്കില്ല കാലിലൊരു അപകടം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഭയമാണ് ഈ കയറാനും പടി കയറാനും ഇറങ്ങാനും. അങ്ങനെയുള്ളപ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് ഒരു കൈവരി അവിടെ വെക്കണം, എല്ലാ സ്റ്റേജിലും വെക്കണം. അതുപോലെ സ്റ്റേജിന് ഉയരം കൂടുതലാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിക്കൊള്ളണം. കാര്യം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. ഒരിക്കൽ ഞാൻ ഒരു സ്റ്റേജിൽ ഈ വിളക്ക് കത്തിക്കണം, അതായത് നിലവിളക്ക് വെച്ചിട്ടുണ്ട്, ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞു, എല്ലാവരും വിളക്കിന് അടുത്തോട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അവസാനം എന്തെന്നറിയോ, എല്ലാവരും കൂടെ വന്ന് തള്ളി ഒരാൾ മറിഞ്ഞ് നേരെ താഴെ വീണു. പക്ഷേ അതൊരു 4 അടി ഉയരം 5 അടി ഉയരവും ഉള്ളായിരുന്നു. അത് കാരണം വലുതായിട്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇതുണ്ടാകും, എല്ലാവരും കൂടെ വന്ന് തള്ളി അവിടെ കയറി നിൽക്കും. പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുകയും വേണ്ടല്ലോ, ഈ സ്റ്റേജിൽ എല്ലാവർക്കും കയറിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. മാത്രമല്ല വേറൊരു സംഭവം, ഈ സ്റ്റേജിന് താങ്ങാൻ വയ്യാത്ത ആളുകൾ കയറി കളയും അതിനകത്ത് പലയിടത്തും. അപ്പോൾ നമുക്ക് ആകെ ഒരു 20 പേർക്ക് കയറാവുന്ന സ്റ്റേജിൽ ഒരു 40 പേര് കയറിയാലോ ചിലപ്പോൾ ഇതെല്ലാം കൂടെ തകർന്ന് താഴെ വീഴും. പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. എത്രയോ സ്റ്റേജുകൾ ഇതുപോലെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയുന്നത്, ഇതിനൊക്കെ കേസ് എടുക്കണം. കാരണം പ്രോപ്പർ കെയർ ഇല്ലാതെ ഇതുപോലെ ചെയ്തതിന് അതാ വേണ്ടത്. ഏതായാലും എല്ലാവരും ഇതൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് മാറട്ടെ. ശ്രീമതി ഉമാ തോമസ് പെട്ടെന്ന് അവരെ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വരട്ടെ.